അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ വേദനിപ്പിക്കുന്ന, വളരെ സങ്കടം തോന്നുന്ന, മനസ്സ് വല്ലാതെ നീറുന്ന ഒരു വാർത്തയാണ്. മാപ്പ് കിട്ടിയിട്ട് പോലും തൻ്റെ വീടണയാൻ പറ്റാതെ, അല്ലെങ്കിൽ തൻ്റെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഖത്തറിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയ ഒരു മനുഷ്യൻ ഷമീർ. നമ്മളെല്ലാവരും വാർത്തയിൽ നിറഞ്ഞു നിന്ന് കണ്ടതാണ്. മയക്കുമരുന്ന് കേസിലാണ് അദ്ദേഹം ഖത്തറിലെ ജയിലറക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഖത്തർ കോടതി മാപ്പ് കൊടുത്തു. നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഞാൻ പറയുന്ന സമയത്ത് ഇതിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. നമ്മളെല്ലാവരും പോകുന്നത് പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നത്. അങ്ങനെ ഗൾഫിലേക്ക് പോയ അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് മൂപ്പരെ മകളെ കെട്ടിച്ച പെങ്ങളുടെ ഭർത്താവ് എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു കവർ കൊടുക്കുകയാണ്. അപ്പൊ കാറ്ററിംഗ് കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി പോകുന്ന ഇദ്ദേഹത്തിന് ഈ കവർ അവിടെ ഏൽപ്പിക്കാൻ വേണ്ടി കൊടുത്തു. അദ്ദേഹം അത് നോക്കുന്ന സമയത്ത് അതിലെന്താ പീനട്ടിന്റെ ബട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അദ്ദേഹം അതുമായിട്ട് വിദേശത്തേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അതിൽ വളരെ ഗൗരവമേറിയിട്ടുള്ള മയക്കുമരുന്നാണ് എന്നുള്ളത്. നോക്കണം, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ രക്തബന്ധങ്ങളെ അല്ലെങ്കിൽ വളരെ അടുത്ത കുടുംബ ബന്ധങ്ങളെ പോലും ബലി കൊടുക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം, ഒരു എന്താ പറയാ, ഒരു ദുഷ്ടജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊന്നൊരു ഷമീറിന്റെ അവസ്ഥ മാത്രമല്ല, എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ നിരപരാധികളായിട്ട് ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ആരെന്ത് കവർ തന്നിട്ടുണ്ടെങ്കിലും അച്ചാറാണ്, കോഴിവടയാണ്, അല്ലെങ്കിൽ മുട്ടപ്പപ്സ് ആണ്, വാലമുട്ട എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പല പലഹാരങ്ങളും തരുമ്പോൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ കൊണ്ടുപോവാതിരിക്കുക. നോ എന്ന് പറഞ്ഞാൽ ആ പറയുമ്പോഴത്തുള്ള പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, ഇദ്ദേഹം ഒരു നിരപരാധിയാണ്. ഇദ്ദേഹം 15 വർഷത്തിനാണ് ശിക്ഷക്ക് വിധിച്ചത്. എന്നിട്ട് അദ്ദേഹം ഖത്തറിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് രോഗങ്ങൾ വന്നു. അദ്ദേഹത്തിന് അവസാനം എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, വയറ്റിൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പൊതുമാപ്പ് കൊടുത്തു. അപ്പോഴേക്കും അദ്ദേഹം ഏകദേശം മരണത്തിനോട് അടുത്തിരുന്നു. ഇദ്ദേഹം അവിടെ എത്തിയിട്ട് ഇങ്ങനെ ജയിലിലായി എന്നുള്ള വാർത്ത അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇവിടെ മരിക്കുകയാണ്. കാരണം അത്രയും അടുത്ത ആളാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ആരെങ്കിലും വരുമ്പോ ഒരു അച്ചാറ് കൊടുത്തയക്ക്, ഇന്ന് ഗൾഫിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല മക്കളെ. അച്ചാറ് കൊടുത്തയക്ക്, ചിക്കൻ പൊരിച്ച കൊടുത്തയക്ക്, ബീഫ് കൊടുത്തയക്ക്, ഇതൊരു രസമാണ് നമുക്ക്, അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മയിൽ നിന്ന്. പക്ഷെ നാളെ മറ്റൊരാള് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നാട്ടിൽ നിന്ന് തരുമ്പോ നിങ്ങളും കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ നമ്മളെ പോലെ ആയിക്കൊള്ളുന്നില്ല എല്ലാവരും. ഇതൊരു അപകടം നിറഞ്ഞ അവസ്ഥയാണ്, ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശൈലിയിലുള്ള ബന്ധങ്ങൾ നിർത്തുന്നതാ നല്ലത്. ഇത്രയും അടുത്ത ആള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണത്തിന് വേണ്ടി സ്വന്തം അച്ഛനെ അടിച്ചു കൊല്ലുന്ന കാലമാണ്. സ്വന്തം പിതാവിനെ, സ്വന്തം അമ്മയെ തലക്കടിച്ച് വിഷം കൊടുത്ത് കൊല്ലുന്ന കാലമാണ് പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ പോലുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആളുകള് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ മടിക്കില്ല. എല്ലാവരും ചെയ്യും എന്നുള്ളതല്ല. ഈ മൃഗീയ മൃഗങ്ങൾ പോലെ ഒരു പക്ഷെ എനിക്ക് കേസ് കൊടുക്കും അങ്ങനെ പറഞ്ഞിട്ട്. മൃഗീയ ജന്മങ്ങൾ, വളരെ ഒരു പൈശാചിക ജന്മങ്ങൾ എന്ന് തന്നെ പറയണം. വളരെ സങ്കടം തോന്നി ആ ഷമീറിന്റെ ഒരു വാർത്ത കേട്ട സമയത്ത്, അല്ലെങ്കിൽ ഇത് കണ്ട സമയത്ത്. എന്താണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? പണം, വെറും പണത്തിനോടുള്ള ആർത്തി മാത്രം. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിന് ആരെങ്കിലും പോകുമ്പോഴേക്കും ഞാൻ അത് കൊടുത്തേക്ക് ഇത് കൊടുത്തേക്ക്, ഒന്നാമത് ഗൾഫിൽ നിന്ന് അങ്ങോട്ട് വിളിച്ച് പറയാതിരിക്കുക. അവിടെ എടപ്പാൾ ഒരാൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എറണാകുളം ഒരാൾ വരുന്നുണ്ട്, അയാളുടെ അടുത്ത് കൊടുത്തുവിടുക. നാളെ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ വന്ന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടി വരും. ഒരു പക്ഷേ ഈ കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിച്ച സാധനം ആവില്ല, എല്ലാവരും ഒരുപോലെ ആവില്ല. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യം തന്നെ അത് പറ്റില്ല, അത്യാവശ്യം ലഗേജ് എന്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു വാർത്ത പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ഇത് വെറുതെ ഒന്നും കിട്ടാത്ത പോലെ ഇവിടുന്ന് കെട്ടിച്ചമച്ച് കൊണ്ടുപോകുക. അതിന്റെ ഇടയിൽ ഇത്ര അപകടങ്ങൾ. ഒന്ന്. ഇനി മറ്റൊന്ന്, ഇപ്പൊ ഈ സ്വർണത്തിന്റെ കുറെ കാര്യങ്ങളുമായിട്ട്, സ്വർണം കൊണ്ടുവരുന്ന കുറെ പരിപാടികളൊക്കെ ആയിട്ട്, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പൈസ കൊണ്ട് വാങ്ങിയിട്ട് കൊണ്ടുവരുന്നതാണ്.
കട്ടുകൊണ്ടുവരുന്നതല്ല. ഒക്കെ ശരി തന്നെയാണ്, നിങ്ങൾ പണം കൊടുത്ത് മേടിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ടാക്സ് മറികടക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് ആളെ കൊണ്ടുപോകുന്നതും അങ്ങനെ ഇങ്ങനെ കൊടുത്തുവിടുന്നത്. ഇവിടെയും ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. പലപ്പോഴും നിനക്ക് വിസിറ്റിംഗ് തരാം, നീ ഖത്തറിലേക്ക് പോയോ അല്ലെങ്കിൽ ദുബായിലേക്ക് പോയോ ഗൾഫിലോട്ട് പോയോ, പോകുന്ന സമയത്ത് കുറച്ച് സ്വർണവും തരാം, പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എയർപോർട്ടിൽ പിടിച്ചാൽ സ്വർണ്ണം വാങ്ങിക്കും, നമ്മളെ പുറത്തു വിടും, അതിന് ടാക്സ് കെട്ടിയ സ്വർണ്ണം കിട്ടും ചെയ്യും. പക്ഷെ ഇവിടെയും അപകടമുണ്ട്. നീ ഏതായാലും വിസിറ്റിങ്ങിന് വരികയല്ലേ, ഒരാഴ്ച 10 ദിവസം ഇവിടെ കറങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോൾ കുറച്ച് സ്വർണം തരാം, നിനക്ക് ഒരു 50,000 രൂപ തരാം, അല്ലെങ്കിൽ പുതിയ ഫോൺ തരാം എന്നൊക്കെ പറയുമ്പോൾ പലരും ഇതിൽ വീഴുന്നുണ്ട്. ഇതേപോലെ ഒരു പരിചയമില്ലാത്ത പല ആളുകൾ നിങ്ങൾ ഈ സ്വർണ്ണ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകുമ്പോൾ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ സ്നേഹിതൻ ഒരു പൊതി തരും, ഒരു കവർ തരും, അതൊന്ന് വാങ്ങിച്ചോണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് അതിലും ഇതുപോലത്തെ മാരകമായ മയക്കുമരുന്നുകൾ നിങ്ങളെ ഇടങ്ങേറാക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഈ പണത്തിനോടുള്ള ആർത്തി മനുഷ്യനെ വല്ലാതെ അധപ്പതിപ്പിക്കുമെന്ന്, മൃഗത്തിനേക്കാൾ മോശമാകുന്ന പറയുന്നത് പണത്തിനോടുള്ള ആർത്തി. പണം വേണം ജീവിക്കാൻ, ആരുടെ മുന്നിലും കൈനീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പക്ഷേ നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ നാണവും മാനവും പോയിക്കൊണ്ട് ഇതുപോലെ പണം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം അധ്വാനിച്ചിട്ട് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ മതി. അതല്ല പെട്ടെന്ന് പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് സമ്പന്നനാവണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ബന്ധങ്ങളെ മറക്കുന്നു, മാതാവിനെ പിതാവിനെ മറക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് മറക്കുന്നു, എന്നിട്ട് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവസാനം എല്ലാം നശിക്കുന്നു. നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട ഷമീർ സാഹിബിന്റെ ഒക്കെ മുന്നിൽ വന്ന ഒരു അവസ്ഥ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹു ഒരിക്കലും ഇതുപോലുള്ള വിപത്തുകളിൽ നമ്മൾ ആരെയും പെടുത്താതിരിക്കട്ടെ, നമ്മുടെ മക്കളെ നമ്മളെയൊക്കെ കാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരാൾ പോകുമ്പോഴേക്കും ഒരു പൊതി കൊടുത്തേക്കാൻ വേണ്ടി നമ്മൾ നിൽക്കണ്ട. അപ്പോഴാണ് നമ്മുടെ ആൾക്കാർ നാട്ടിൽ വന്ന് പോകുമ്പോൾ ഇതുപോലത്തെ പൊതി വരുന്നത്. ആദ്യമേ അതങ്ങ് ഒഴിവാക്കിയേക്കുക. എല്ലാ സാധനങ്ങളും ഗൾഫിൽ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ? അപ്പോ ഈ ഒരു ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നമ്മുടെ ശ്രദ്ധ എവിടെ മരിക്കുന്നു അവിടെയാണ് മരണം ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നാശം ജനിക്കുന്നത്. എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.